വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ പരാജയത്തെ തുടർന്ന് എംപിമാരെല്ലാം കൂട്ടത്തോടെ BJPയിലേക്ക് അംഗത്വമെടുക്കുന്നു എന്ന് പറഞ്ഞ് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ്. BJPക്ക് വേണ്ടി കുഴലൂതുന്ന ചില സൈബർ മീഡിയകൾ, പ്രത്യേകിച്ചും ഗോദി മീഡിയകൾക്ക് ഇതാണ് പ്രധാന പരിപാടി. BJPക്ക് എങ്ങനെയെങ്കിലും കേവല ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കണം. ലോക്സഭയിൽ ഇപ്പോഴുള്ള സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്തുന്നില്ല. ഒരു 32 സീറ്റുകളുടെ ഷോർട്ടേജ് ഉണ്ട്. അത് തൃണമൂലിലൂടെയും DMKയിലൂടെയും നികത്തി കൊടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. എന്നാൽ തൃണമൂലിലെ ഒരു MP പോലും BJPയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരല്ല. അവരെല്ലാം BJP നേതാക്കളുമായി വലിയ പോരാട്ടം നടത്തിയാണ് ബംഗാളിൽ നിന്നും ജയിച്ചു വന്നത്. മഹുവ മൊയ്ത്ര അടക്കമുള്ളവർ കോൺഗ്രസ് നേതൃത്വവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. മമതയുടെ രീതികൾ ശരിയല്ല എന്നുള്ള തോന്നൽ നേരത്തെയും മഹുവ മൊയ്ത്രയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരസ്യമായ വിമർശനമൊന്നും അവർ നടത്തിയിട്ടില്ല. ഇനി മറ്റൊരു കാര്യം DMKയുടെ പ്രശ്നമാണെങ്കിൽ DMK പൊട്ടിത്തകർന്നിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. അണ്ണാമലൈ BJPയുടെ നേതൃത്വത്തിലുള്ള ഭാഗമായി കുറേ പ്രവർത്തനങ്ങളൊക്കെ നടത്തി നോക്കി. അതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അണ്ണാമലൈ അമിത്ഷായുടെ ആശീർവാദത്തോടു കൂടി പുതിയൊരു പാർട്ടി തട്ടിക്കൂട്ടാനുള്ള ശ്രമമാണ്. അതിന് രജനീകാന്തിനെ കൂട്ടുപിടിച്ചിട്ടുമുണ്ട്. യാഥാർത്ഥ്യമെന്തെന്നാൽ ചില പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും BJPക്ക് അടിമുടി വിജയിച്ച് കയറാമെന്ന് വിചാരിക്കുകയേ വേണ്ട. ബംഗാളിലും തമിഴ്നാട്ടിലുമുള്ള MPമാർ വിമതസ്വരം ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം BJPക്ക് വേണ്ടിയാണ് എന്ന് ഗോദി മീഡിയകൾ വിധി എഴുതുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അവർക്ക് മറ്റു വഴികളുണ്ട്. സ്വന്തമായി ഒരു പാർട്ടി സ്ഥാപിക്കാം. അത്തരത്തിലേക്കുള്ള രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാം. തമിഴ്നാട്ടിലായിരുന്നാലും ബംഗാളിലായിരുന്നാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതാത് ഭരണത്തിലിരുന്ന പാർട്ടികളെ തൂത്തറിഞ്ഞുകൊണ്ട് ജനം ഒരു ആൾട്ടർനേറ്റീവ് കണ്ടെത്തി. BJP ബംഗാളിൽ ജയിക്കാനുള്ള കാരണം BJPയുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് ഭരണവിരുദ്ധത അത്രമേൽ ശക്തമായിരുന്നതുകൊണ്ടും ജനങ്ങൾ പൊറുതിമുട്ടിയതുകൊണ്ടുമാണ്. തമിഴ്നാടിൻ്റെ കാര്യമെടുത്ത് നോക്കിയാലും DMKയുടെ അഴിമതി കൊടിക്കുത്തി വാഴുന്ന സ്ഥലമാണ്. ഇനി ഇതെല്ലാം BJPയുടെ നേതൃത്വത്തിലുള്ള NDAക്കാണ് പരിപൂർണമായി നേട്ടം എന്നത് തെറ്റാണ്. ലോക്സഭയിൽ അവർക്ക് അംഗബലം കൂടും. ഒരു തെരഞ്ഞെടുപ്പ് പോലും ഇല്ലാതെ അവരെല്ലാം എൻബ്ലോക്കായി കൂറുമാറുമെന്നുള്ളത് വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിൽ താമസിക്കുന്നവർ മാത്രം വിചാരിക്കുന്നതാണ്. അതായത് അഭിജിത്ത് അടക്കമുള്ളവർ തലസ്ഥാന നഗരിയിലെത്തി ഡൽഹിയിൽ പ്രതിഷേധം അതിശക്തമായി തുടരുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിലുള്ള ഓർഗനൈസേഷന്റെ പേരിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ അംഗബലം ലോക്സഭയിൽ കൂടുമോ എന്നുള്ളതല്ല, BJPയുടെ മന്ത്രിസഭ നിലംപൊത്തുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.